പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ ഏവരെയും ജാലി സ്റ്റൈൽ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. വലതുവശത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഓൾ ഇനേബിൾ ചെയ്യുക. അപ്പോഴാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നത്. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും ഈ ഇൻഫർമേഷൻ ലഭിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഷെയർ ചെയ്യുക. നമ്മുടെ ഗ്രൂപ്പിലും മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ സമങ്ങളെ, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് പലരും എന്നെയും ഫോൺ വിളിച്ച് എന്തുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത്, എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിച്ച് പലരും എന്നെ ഫോൺ വിളിച്ചു. സമങ്ങളെ, ഒന്ന്, കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് ഞാൻ അല്പം തിരക്ക് കൂടുതലായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാഞ്ഞത്. 2, അവർക്ക് ഇമെയിലിൽ നിന്ന് നമുക്ക് കിട്ടിയ സന്ദേശങ്ങൾ എല്ലാം ഒരേ കാര്യങ്ങൾ തന്നെയായിരുന്നു ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരേ കാര്യങ്ങൾ തന്നെ ആയതുകൊണ്ടും പ്രത്യേകിച്ച് അപ്ഡേഷൻസ് ഒന്നും അവർ തരാഞ്ഞതുകൊണ്ടുമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാഞ്ഞത്. പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് ഒരുപാട് സമയമെടുക്കും. ഇതിൻ്റെ റെക്കോർഡിങ്ങും അതിൻ്റെ എഡിറ്റിങ്ങും അപ്ഡേഷൻസും ഒക്കെ ഒരുപാട് സമയം, 2-3 മണിക്കൂറൊക്കെ എടുക്കും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന്. നമുക്ക് ഒരു 5-10 മിനിറ്റ് ഈ വീഡിയോയുടെ ദൈർഘ്യം അനുസരിച്ച് നമുക്ക് അല്പം കേട്ടാൽ മാത്രം മതി. എന്നാൽ ഇതിൻ്റെ വീഡിയോ അപ്ലോഡിങ്ങിന് ഒരുപാട് സമയമെടുക്കും. അതിന് ഞാൻ അല്പം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തിരക്കിലായിരുന്നു. ഓക്കെ നമ്മളെ, വീണ്ടും കമ്പനി തന്നിരിക്കുന്ന ഇമെയിലിൽ തന്നിരിക്കുന്ന ലെറ്റർ പ്രകാരം അവരുടെ അപ്ഡേഷൻസ്, അതായത് കഴിഞ്ഞ തിങ്കളാഴ്ചയോടുകൂടി ഈ ഡെബിറ്റ് കാർഡ് അയക്കും എന്ന് പറഞ്ഞു. ഡെബിറ്റ് കാർഡ് ഷിപ്പിങ്ങിന് അവർക്ക് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഷിപ്പിങ്ങിന് അത് അയക്കുന്നതിന് എന്തോ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. പിന്നെ 2, അവരുടെ UAE നടക്കുന്ന അപ്ഡേഷൻസ്, അതായത് റാക്ക വാലറ്റിൻ്റെ അപ്ഡേഷൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ടാണ് അവർ ഈ ന്യൂസ് ലെറ്റർ അയക്കാഞ്ഞത്. ഒന്നുകിൽ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ ന്യൂസ് ലെറ്റർ വരാൻ സാധ്യതയുണ്ട് എന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. അതിലൂടെ ആ ന്യൂസ് ലെറ്ററിനകത്ത് 2-3 അപ്ഡേഷൻസ് കാണുമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപക്ഷെ ഈ 2 അതായത് ഡെബിറ്റ് കാർഡ് ഷിപ്പിങ്ങിന് ലേറ്റ് ആവുകയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് ലേറ്റ് ആവുകയോ ചെയ്താൽ വീണ്ടും ന്യൂസ് ലെറ്റർ അല്പം കൂടി ലേറ്റ് ആകുവാനും സാധ്യതയുണ്ട്. കാരണം ന്യൂസ് ലെറ്ററിൽ ഒരു പ്രത്യേകിച്ച് അപ്ഡേഷൻസ് ഒന്നും കൊടുത്തില്ല എങ്കിൽ പല ലീഡേഴ്സും അവരോട് ചോദിക്കുന്നുണ്ട്, ഈ അപ്ഡേഷൻസും ഇല്ലാതെ എന്തിനാണ് ന്യൂസ് ലെറ്റർ അയക്കുന്നത്. ഇപ്രകാരം പല കമൻറ്റുകളും അവർക്ക് ലഭിക്കുന്നുണ്ട്. ആ കാരണത്താലാണ് അവർ ന്യൂസ് ലെറ്ററും അയക്കാത്തത്. മറ്റു ചില വ്യക്തികൾ എന്നോട് ഫോൺ വിളിച്ചും വാട്സപ്പിലുമൊക്കെ ചോദിക്കുന്നുണ്ട്, ന്യൂസ് ലെറ്റർ വരുന്നില്ല, പോൾ കുമ്പളം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല, കമ്പനി പൂട്ടിപ്പോയോ എന്നൊക്കെയാണ് മറ്റു ചില മഹാന്മാരുടെ ചോദ്യങ്ങൾ. സഹോദരങ്ങളെ, കമ്പനി പൂട്ടിപ്പോയിട്ടൊന്നുമില്ല. കമ്പനി ഇപ്പോഴും ആശ്രാന്ത പരിശ്രമത്തിലാണ്. അവരുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആവണം. നമ്മൾ സാധാരണ ഒരു പാറ പൊട്ടിക്കുന്നത് പോലെയോ ഇഷ്ടിക ചുമക്കുന്നത് പോലെയോ ഒന്നുമല്ല ഈ കമ്പ്യൂട്ടറിൽ നെറ്റ്വർക്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. അതിൽ ഏതെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും, നമ്മൾ റെയിൽപാളത്തിൽ ഒരു ചെറിയ പൊട്ടലുണ്ടെങ്കിൽ അത് വലിയ അപകടത്തിന് കാരണമാകുന്നത് പോലെയാണ് ഈ സോഫ്റ്റ്വെയറിൽ നിസ്സാരമായ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നാൽ അത് പിന്നീട് വലിയ തകർച്ചകൾക്ക് കാരണമായി മാറും. അതുകൊണ്ട് 100% അവരുടെ അപ്ഡേഷൻസ് പൂർത്തിയായാൽ മാത്രമേ നമ്മുടെ റാക്ക വാലറ്റിൽ കിടക്കുന്ന, നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന റാക്ക കോയിനുകൾ സോഫ്റ്റ്വെയറിലേക്കും അതിൻ്റെ വാലറ്റിലേക്കും വരുന്നതിന് വേണ്ടിയുള്ള അപ്ഡേഷൻസ് 100% ഓക്കെ ആയാൽ മാത്രമേ അവർക്കത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെ വാലറ്റിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് അത് വിൽക്കുവാനോ ട്രാൻസ്ഫർ ചെയ്യുവാനോ ഒക്കെ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡിൻ്റെ ഷിപ്പിങ്ങിനെ കുറിച്ചും അവർ ഇനി വരുന്ന ന്യൂസ് ലെറ്ററിലൂടെ അറിയിക്കും എന്നാണ് കമ്പനി അറിയിച്ചിട്ടുള്ളത്. അതുപോലെ ഈഹ കമ്പനിയും അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ഇത് 2 റെഡിയായതിനു ശേഷം മാത്രമായിരിക്കും ഈഹായുടെ പ്ലാറ്റ്ഫോം പേര് മാറുന്നതും. പേര് മാറിയാൽ ഉടൻ തന്നെ ആയിരിക്കും അവരുടെ ബ്രോഡ്കാസ്റ്റിംഗ് ആരംഭിക്കുന്നത്, ഈ നമ്മുടെ പെയ്ഡ് ആഡ്സുകൾ ആരംഭിക്കുന്നതും. പെയ്ഡ് ആഡ്സുകൾ ആരംഭിച്ചാൽ 1 മാസത്തിനുള്ളിൽ നമുക്ക് പേയ്മെൻറ്റും ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ സമയങ്ങളിൽ ഇതെല്ലാം കമ്പനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാം പൂർത്തിയാക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അല്ലാതെ ന്യൂസ് ലെറ്റർ അയക്കാത്തതും അല്ലെങ്കിൽ പോൾ കുമ്പളം വീഡിയോ വിടാത്തതും ഒന്നും കമ്പനി പൂട്ടിപ്പോയത് കൊണ്ടൊന്നുമല്ല. ഓക്കെ സമയങ്ങളെ, പിന്നെ മറ്റു പലരുടെയും ആശങ്കകൾ അവരെ ജോയിൻ ചെയ്ത ലീഡറിന്
ഒന്നും അറിയില്ല, ലീഡർ ഫോൺ എടുക്കുന്നില്ല, ഇങ്ങനെയുള്ള ഡയലോഗുകളും മറ്റു ചില വ്യക്തികളൊക്കെ പറയുന്നുണ്ട്. നിങ്ങളെപ്പോലെ തന്നെയാണ് നിങ്ങളുടെ ലീഡറും. ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ഒരുപാട് സ്റ്റഡി ചെയ്യണം. ഇത് സ്റ്റഡി ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം മെനക്കെടുത്തണം. ഇന്ന് ആരും സമയം ചെലവഴിക്കുവാൻ ആരും തയ്യാറാവുന്നില്ല. ഒന്നിലും നമ്മളെ സമയത്തിന് സ്പെൻഡാകുവാൻ നമ്മൾ കൊടുക്കുന്നില്ല. ഈ പോൾ കുമ്പളം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പോലും മുഴുവൻ കാണുവാൻ പലരും തയ്യാറാവുന്നില്ല. കാരണം മുൻപ് കണ്ടിരുന്ന അനേകം വ്യക്തികൾ ഇന്ന് വീഡിയോ പോലും കാണുന്നില്ല. വീഡിയോ കാണാതെ ഒരു 5-10 പേർ വീഡിയോ കാണുകയും അവർ പരാതി പറയുന്നു, വീഡിയോ കാണുന്നില്ല, ഇപ്പോൾ എന്തുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2-3 മണിക്കൂർ കൊണ്ട് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് അതിൻ്റെ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് 2-3 മണിക്കൂർ ഞാൻ ഇരുന്ന് വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളൊരു 100 പേര് പോലും ഈ വീഡിയോ കാണുന്നില്ല എങ്കിൽ പിന്നെ വീഡിയോ ഇറക്കിയിട്ട് വല്ല അർത്ഥമുണ്ടോ? നിങ്ങളൊരു 10 പേര് കാണാൻ വേണ്ടി ഞാനതിനെ വീഡിയോ ഇറക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫോൺ വിളിച്ചാൽ മതി, സമയമുണ്ടെങ്കിൽ അതിന് മറുപടി തരുന്നതായിരിക്കും. ന്യൂസ് ലെറ്റർ ലേറ്റ് ആകുന്നു എങ്കിൽ അവരുടെ അപ്ഡേഷൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല, അതാണ് കാരണമായിട്ട് അവർ പറയുന്നത്. ഓക്കെ, ഈ വരുന്ന ദിവസങ്ങളിൽ ഈ ആഴ്ചയിൽ തന്നെ ഈഹായും ജാലൈവ് സ്റ്റൈലും നമുക്ക് ന്യൂസ് ലെറ്റർ തരാൻ സാധ്യതയുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് അപ്ഡേഷൻസ് ആയില്ല എങ്കിൽ അതനുസരിച്ച് വീണ്ടും ന്യൂസ് ലെറ്റർ ലേറ്റ് ആകുവാനും സാധ്യതയുണ്ട്. നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഓക്കെ കാരണം ജാലൈവ് സ്റ്റൈലിലെ പേയ്മെൻറ്റ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. നിങ്ങൾ മാത്രമല്ല, ഞാൻ ഉൾപ്പെടെ ജാലൈവ് സ്റ്റൈൽ കയറിയ അനേകം ലീഡേഴ്സും അവരും ഇന്ന് നിശബ്ദമായിരിക്കുന്നത് അവർക്കും നിങ്ങളോട് പറയുവാൻ പ്രത്യേകിച്ച് മറുപടികളൊന്നുമില്ലാത്തത് കൊണ്ടും അവർക്ക് പേയ്മെൻറ്റ് നൽകാൻ പറ്റാത്തത് കൊണ്ടുമാണ്. കാരണം നമ്മൾ ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ അതിന് എന്തിനേയും നേരിടാനുള്ള കരുത്തും കൂടെ നമുക്കുണ്ടായിരിക്കണം. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ജാലൈവ് സ്റ്റൈൽ 100% ജെനുവിനായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ശമ്പളം ലേറ്റാകുന്നുവെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ട്. നമുക്ക് 1109 രൂപ മുടക്കിയ വേതന മാത്രമേ ഉള്ളൂ. അവർ കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ കമ്പനി ആരംഭിച്ചിരിക്കുന്നത്. കോടികൾ. കാരണം ഇവരുടെ സെർവറുകൾ സൂപ്പർ കമ്പ്യൂട്ടറുകളാണ്. ഈ സൂപ്പർ കമ്പ്യൂട്ടറിനൊക്കെ കോടികൾ ചിലവാണ്. നമ്മൾ കൊടുത്ത 1000 രൂപ അല്ല പ്രശ്നം. നമ്മളെക്കാൾ ബുദ്ധിമുട്ട് ഇന്ന് ജാലൈവ് സ്റ്റൈൽ പ്ലാറ്റ്ഫോമിലെ മാനേജ്മെൻറ്റ് നേരിടുന്നുമുണ്ട്. കാരണം അവർക്ക് സ്റ്റാഫിന് ശമ്പളം കൊടുക്കണം, അതിൻ്റെ വാടകയാവട്ടെ, അതിൻ്റെ ഒരുപക്ഷെ ലോൺ എടുത്തതായിരിക്കും. കോടികൾ ചിലവാക്കി സൂപ്പർ കമ്പ്യൂട്ടറുകളൊക്കെ ഒരുപക്ഷെ ബിസിനസ് ആവശ്യത്തിന് ലോണിലൂടെ ആയിരിക്കും അവർ വാങ്ങിയത്. അതെല്ലാം അവർക്ക് മാനേജ് ചെയ്ത് പോകണമെങ്കിൽ പേയ്മെൻറ്റ് ആരംഭിക്കണം. പേയ്മെൻറ്റ് ആരംഭിച്ചാൽ മാത്രമേ അവർക്കും കമ്പനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ ആകാംക്ഷയും ആവലാതിയും ഒക്കെ ജാലൈവ് സ്റ്റൈൽ പ്ലാറ്റ്ഫോമിലെ മാനേജ്മെൻറ്റിനാണ്. ഓക്കെ, അപ്പോൾ 100% ജെനുവിനായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നുള്ള ഒരു അറിയിപ്പാണ് ഇതുവരെയും കമ്പനിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഇനി മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പ്രത്യേകിച്ച് അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ വ്യക്തികളും ജാലൈവ് സ്റ്റൈൽ കമ്പനിയിലെ മെമ്പേഴ്സാണ്. എല്ലാ വ്യക്തികളും മെമ്പേഴ്സാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി യൂട്യൂബിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, അവർ മാത്രമല്ല, നമുക്കും ഇമെയിലിൽ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കും. അവർ നമുക്കും മറുപടി നൽകും. കാരണം എനിക്ക് മാത്രമല്ല, ആരെല്ലാം മെയിൽ കൊടുക്കുന്നു അവർക്കെല്ലാം കമ്പനി വ്യക്തമായിട്ട് മറുപടി നൽകുന്നുണ്ട്. ചില വ്യക്തികളൊക്കെ മോശപ്പെട്ട ഭാഷകളൊക്കെ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് അവർ മറുപടി നൽകുകയില്ല. നമ്മൾ മാന്യമായിട്ട് മറ്റുള്ളവർക്ക് മെയിൽ കൊടുക്കുക, മാന്യമായി നല്ല ലാംഗ്വേജുകൾ ഉപയോഗിക്കുക, അപ്പോൾ അവർ ശരിയായ മറുപടി നൽകും. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളെ ആരെങ്കിലും ഫോൺ വിളിച്ച് 4 തെറി പറഞ്ഞാൽ നിങ്ങൾ എത്ര നേരം അവരോട് സംസാരിക്കും? നിങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ താല്പര്യം പോലും കാണില്ല. അതുപോലെ തന്നെയാണ് ലോകത്തിലുള്ള സകല മനുഷ്യരും അങ്ങനെ തന്നെയാണ്. ഓക്കെ, മോശപ്പെട്ട സംസാര രീതി ആരും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമ്മൾ തന്നെ സ്വയം നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ശരിയായ രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ ശരിയായ രീതിയിൽ നമുക്ക് മറുപടിയും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ നമുക്ക് വീണ്ടും പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഈ ആഴ്ചയിൽ തന്നെ ജാലൈവ് സ്റ്റൈലിൻ്റെ ന്യൂസ് ലെറ്റർ വരും. ഒരുപക്ഷെ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ വരാൻ സാധ്യത എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ അപ്ഡേഷൻസ് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ വീണ്ടും 1-2 ദിവസങ്ങൾ മുന്നോട്ട് പോകുവാനും സാധ്യതയുണ്ട്. അപ്പോൾ UAE നടക്കുന്ന അപ്ഡേഷൻസ് കംപ്ലീറ്റ് ആകുവാനും അതുപോലെ ഡെബിറ്റ് കാർഡ് എത്രയും പെട്ടെന്ന് ഷിപ്പിങ്ങിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ശരിയാകുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നെഗറ്റീവ് പറയുന്നതൊക്കെ അവസാനിപ്പിക്കുക. കാരണം ഇനി കുറച്ച് ആഴ്ചകളോ മാസങ്ങൾക്കുള്ളിലോ നമുക്ക് പേയ്മെൻറ്റൊക്കെ റിലീസ് ആകുവാനായിട്ട് നമുക്കും ആഗ്രഹിക്കാം.
എത്രയും പെട്ടെന്നാകുവാനായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഓക്കെ സുഹൃത്തുക്കളെ, ജാ ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ്, അതിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നവർ, ഈഹ പ്ലാറ്റ്ഫോം, അതിനുമായി സപ്പോർട്ട്, ബൈൻഡിങ് അഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ കമ്പനികളും അവരുടെ സ്റ്റാഫ് അംഗങ്ങളും കുടുംബാംഗങ്ങളും ജാ ലൈഫ് സ്റ്റൈലിൽ ജോയിൻ ചെയ്തിട്ട് എല്ലാവരെയും ദൈവമേ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ അങ്ങയുടെ പൊൻകരം നീട്ടി ഞങ്ങളെയും ഈ വോയിസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ജാ ലൈഫ് സ്റ്റൈലിൽ ജോയിൻ ചെയ്തവരെയും ഇനി ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെയും എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.